സനാതനധർമ്മം എന്നാൽ പല തരത്തിലതിനെ വ്യാഖ്യാനിക്കുന്നു. എൻ്റെ എളിയ അഭിപ്രായത്തിൽ സനാതനധർമ്മം സനാതനൻ്റെ ധർമ്മം, അതായത് ഉണ്ടാകുന്നതെല്ലാം നശിക്കുന്നു എങ്കിൽ, നശിക്കുന്നതെല്ലാം ഉണ്ടാകുന്നു എങ്കിൽ നശിക്കാത്തതെന്തോ അതാണ് സനാതനം. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം. ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം. വളരെ വ്യക്തമായി പറഞ്ഞാൽ, ധർമ്മം അതായത് ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്, കർത്തവ്യം, ഉത്തരവാദിത്വം, അവകാശം, ഇത് ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ അതാണ് ധർമ്മം. അത് ഭക്തി യോഗമെന്നും കർമ്മയോഗമെന്നും ജ്ഞാനമെന്നും നമുക്ക് വ്യക്തമായി നിർവചിച്ച് തന്നിട്ടുണ്ട്. വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം, ഇത്തരത്തിൽ ഓരോ ഘട്ടത്തിലും നമ്മുടേതായിട്ടുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നമ്മൾക്കും വ്യക്തികൾക്കും കുടുംബത്തിനും അതുവഴി സമൂഹത്തിനും അതുവഴി രാഷ്ട്രത്തിനും അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നർത്ഥം. ഇത് വളരെ വ്യക്തമായി പുരാണങ്ങളിൽ കഥാരൂപത്തിലും ഇതിഹാസങ്ങളിൽ അനുഭവരൂപത്തിലും വേദങ്ങളിൽ സന്ദേശരൂപത്തിലും ഉപനിഷത്തുക്കളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ധർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെല്ലാം ധർമ്മശാസ്ത്രം. ഇത് കൽപ്പശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വരും. അതായത് മാതൃധർമ്മം, പിതൃധർമ്മം, ഭർത്തൃധർമ്മം, ഭാഗിനീധർമ്മം, പുത്രധർമ്മം, പുത്രിധർമ്മം, അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്, ഇത് ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടുപോവുക, അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതിനർത്ഥം ധർമ്മോ രക്ഷിതി രക്ഷിതാഹ, ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നിങ്ങളെ രക്ഷിക്കും. ധർമ്മമേവ ഹതോഹന്തി, ധർമ്മത്തെ നിങ്ങൾ നിന്ദിച്ചാൽ ധർമ്മം നിങ്ങളെ നിന്ദിക്കും. വളരെ വ്യക്തമാണ്. ധർമ്മോ രക്ഷിതി രക്ഷിതാഹ ധർമ്മമേവ ഹതോഹന്തി. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ ഭാരതത്തിൽ ആയിരക്കണക്കിന് ഋഷിവര്യന്മാർ ചേർന്നുണ്ടാക്കിയതാണ് സനാതനധർമ്മം, ഒരിക്കലും നശിക്കാത്തത്. അതായത് സനാതനൻ്റെ ധർമ്മം, അതായത് ഈശ്വരീയം, അത് നശിക്കുന്നതല്ല. ഇത് ഈ ഡ്യൂട്ടി, ഈ റെസ്പോൺസിബിലിറ്റി, ഈ പ്രിവിലേജ്, ഇത് ഓരോ ഘട്ടത്തിലും എങ്ങനെ വേണമെന്ന് നിർവചിച്ചിരിക്കുന്നതാണ് സനാതനം. ഭാരതത്തിൽ നമുക്കറിയാം, ധർമ്മണ ഏവ സർവേ പ്രജാഹ പരസ്പരം രക്ഷം ധിസ്മ എന്ന് പറഞ്ഞാൽ, പ്രജകൾ പരസ്പരം രക്ഷിക്കപ്പെട്ടിരുന്നു. അവരവരുടെ ധർമ്മത്തിനെ വളരെ നന്നായി ചെയ്തുകൊണ്ട് പരസ്പരം പ്രജകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെയുള്ളൊരു നാടാണ് ഭാരതം എന്നർത്ഥം. അതായത് ഒരിക്കലും നശിക്കാത്തത്, അതാണ് സനാതനധർമ്മം. നന്ദി, നമസ്കാരം.